എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കാണ്. കിങ്ഡം ക്ലാസിഫിക്കേഷൻ അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെയെല്ലാം പല ക്ലാസിഫിക്കേഷനായിട്ട് പല തട്ടുകളിലായിട്ട് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏതൊക്കെയാണ് ആ തട്ടുകൾ, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? നമ്മൾ ജീവജാലങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരുന്ന കാലം മുതലേ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, സെൽഫ് ഫീഡിങ് ഉണ്ട്, അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഉണ്ട്. അതേപോലെ അവരുടെ ശരീരഘടനയിൽ അവരുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവരെ എല്ലാം പല തട്ടുകളിലായിട്ട് പല കിങ്ഡമുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പം കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബയോളജി എന്താണ്, നമ്മൾ പഠിക്കുന്ന വിഷയം ബയോളജിയാണ്. എന്താണ് ബയോളജി എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ബയോളജി എന്താണ്? സ്റ്റഡി ഓഫ് ലൈഫ്. സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ലൈഫ്. ബയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? ലൈഫ് എന്നാണ്. ലോഗോസ് എന്ന് ചോദിച്ചാൽ സ്റ്റഡി. അങ്ങനെ സ്റ്റഡി ഓഫ് ലൈഫ് എന്നർത്ഥം വരുന്നതാണ് എന്ത്? ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ബയോളജി എന്ന ടേം കോയിൻ ചെയ്തതാരാ, അല്ലെങ്കിൽ ആ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാമാർക്ക് ആൻഡ് ട്രെവിറാനസ് ആണ് ആദ്യമായിട്ട് ബയോളജി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബയോളജി എന്ന വാക്ക്, ദ ടേം ബയോളജി വാസ് കോയിൻഡ് ബൈ ലാമാർക്ക് ആൻഡ് ട്രെവിറാനസ്. ഓക്കെ ആണല്ലോ. അപ്പം ബയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈഫ്, ജീവനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജി എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട്. ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ, ലൈഫ് എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റഡി എന്നാണ് അർത്ഥം. ഇനി ആ ടേം ഉപയോഗിച്ചിരിക്കുന്നത്, ബയോളജി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാമാർക്കും ട്രെവിറാനസുമാണ് ആദ്യമായിട്ട് ബയോളജി എന്ന വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ ആദ്യകാലങ്ങളിൽ ഈ ജീവജാലങ്ങളെ രണ്ട് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന്, അതായത് ബയോളജിയിലെ 2 ക്ലാസിഫിക്കേഷനുകളാണ്. ഒന്ന് ബോട്ടണിയും ഒന്ന് സുവോളജിയും. ബയോളജിയിലെ 2 പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷനാണ് ബോട്ടണിയും സുവോളജിയും എന്ന് പറയുന്നത്. ബോട്ടണി നമുക്കറിയാം, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം, അതാണ് നമ്മൾ ബോട്ടണിയിൽ പഠിക്കുന്നത്. ജന്തുക്കളെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ചുള്ള പഠനം, അതാണ് നമ്മൾ സുവോളജിയിൽ പഠിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ് ബോട്ടണി എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് ആനിമൽസ് ആണ് സുവോളജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ബോട്ടണി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ബോട്ടണി ആരാ? തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത്. അപ്പം സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബോട്ടണി എന്ന് പറയുന്നത്. ആ ബോട്ടണിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഫാദർ ഓഫ് സുവോളജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടലാണ് ഫാദർ ഓഫ് സുവോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി മൊത്തത്തിൽ ഫാദർ ഓഫ് ബയോളജി എന്ന ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? അരിസ്റ്റോട്ടൽ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഫാദർ ഓഫ് ബയോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടലാണ്. അല്ലെങ്കിൽ ഫാദർ ഓഫ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനായ ഫാദർ ഓഫ് സുവോളജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അരിസ്റ്റോട്ടലാണ്. എന്നാൽ ഫാദർ ഓഫ് ബോട്ടണി ചോദിക്കുവാണെങ്കിൽ അത് തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത് നമ്മൾ ബയോളജി എന്താണെന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മാത്രം. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ എന്താണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിസംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ പല ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്, ആദ്യമായിട്ട് അവരുടെ ഹാബിറ്റാറ്റിൻ്റെ ബേസിസിൽ ആദ്യമായിട്ട് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരിസ്റ്റോട്ടലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് സുവോളജി എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് ആരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് അരിസ്റ്റോട്ടലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അരിസ്റ്റോട്ടലാണ് ആദ്യമായിട്ട് ജന്തുക്കളെ അവരുടെ ഹാബിറ്റാറ്റ്സിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലായോ? ആദ്യമായിട്ട് ജന്തുക്കളെ ക്ലാസിഫൈ ചെയ്തത് ആരാന്ന് വെച്ചാൽ അരിസ്റ്റോട്ടലാണ്. പിന്നീട് വന്ന
കാൾ ലിനേസ് ആണ് ഇതിനെ 2 കിങ്ഡമാക്കി മാറ്റിയത്. ജീവജാലങ്ങളെ 2 തട്ടിലാക്കി മാറ്റി 2 കിങ്ഡമാക്കി മാറ്റിയ വ്യക്തി ആരാന്ന് വെച്ചാൽ കാൾ ലിനേസ് ആണ്. കാൾ ലിനേസ് ആക്കിയ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. സസ്യങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡം പ്ലാന്റേയും ജന്തുക്കൾ ഉൾപ്പെടുന്ന കിങ്ഡം അനിമേലിയും ആണ്. അതാണ് കാൾ ലിനേസ് നടത്തിയ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാൾ ലിനേസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് ടാക്സോണമി. എന്താ ഈ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവജാലങ്ങൾക്ക് പേരുകൾ കൊടുക്കുക, അതിനെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. മനസ്സിലായോ? അതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ടാക്സോണമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവജാലങ്ങൾക്ക് പേര് കൊടുക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പഠനശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നാമം കൊടുക്കുന്ന ജീവജാലങ്ങൾക്കൊരു നാമം കൊടുക്കുന്ന ടാക്സോണമി എന്ന ഒരു പഠനശാഖയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അതേ കാൾ ലിനേസ് തന്നെയാണ്. അപ്പം ടാക്സോണമിയുടെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ബോട്ടണി ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് നമ്മൾ പഠിച്ചു? തിയോഫ്രാസ്റ്റസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫാദർ ഓഫ് വെറും ബോട്ടണി എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിയോഫ്രാസ്റ്റസ് ആണ്. മോഡേൺ ബോട്ടണി എന്ന് ചോദിക്കുവാണെങ്കിൽ അതാരാണ്? കാൾ ലിനേസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ കാൾ ലിനേസിനെ കുറിച്ചുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കാൾ ലിനേസ് ആണ് ജീവജാലങ്ങളെ ആദ്യമായിട്ട് ഒരു 2 കിങ്ഡമായിട്ട് തരംതിരിച്ചത്. ജന്തുക്കളെ ആദ്യമായി തരംതിരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹാബിറ്റാറ്റ്സിൻ്റെ, അതിൻ്റെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എവിടെ താമസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ക്ലാസിഫിക്കേഷൻ ആദ്യമേ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിസ്റ്റോട്ടിലാണ്. പിന്നീട് ഈ ജീവജാലങ്ങളെ 2 കിങ്ഡമാക്കി മാറ്റി കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയും എന്നാക്കി മാറ്റിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൾ ലിനേസ് ആണ്. പിന്നീട് ജീവജാലങ്ങൾക്ക് നാമം നൽകുന്ന പഠനശാഖ, അതിൻ്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് അതിനെ തരംതിരിക്കുന്ന പഠനശാഖ, അതാണ് ടാക്സോണമി. ആ ടാക്സോണമിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേ കാൾ ലിനേസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേ കാൾ ലിനേസ് ആണ്. ഓക്കെ ആണല്ലോ? കാൾ ലിനേസിൻ്റെ 2 പുസ്തകങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റമ നാച്ചുറേ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാ? കാൾ ലിനേസ് ആണ്. മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൂ റോട്ട് ദ ബുക്ക് സിസ്റ്റമേ നാച്ചുറ എന്ന് മുമ്പ് RRB NTPCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. RRB NTPCക്ക് SSC എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൂ റോട്ട് ദ ബുക്ക് സിസ്റ്റമേ നാച്ചുറ എന്ന് പറയുന്നത്. അതാരാണ്? കാൾ ലിനേസ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ, ജീവജാലങ്ങളെ പ്ലാന്റ് എന്നും അനിമേലി എന്നും 2 തരംതിരിവ് നടത്തിയ, ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറഞ്ഞ, ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്ന് പറഞ്ഞ കാൾ ലിനേസിൻ്റെ പുസ്തകമാണെന്ത്? സിസ്റ്റമേ നാച്ചുറയും അതേപോലെ തന്നെ ജനറേ പ്ലാന്ററവും. ഇത്ര എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് നോക്കിക്കോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസിനെയാണ് കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആദ്യമായിട്ട് ജന്തുക്കളെ തരംതിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഹാബിറ്റാറ്റ്സ്. ഹാബിറ്റാറ്റിൻ്റെ ബേസിസിൽ, അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ബേസിസിൽ ആദ്യമായിട്ട് ജന്തുക്കളെ തരംതിരിച്ചത്, ക്ലാസിഫൈ ചെയ്തത് നമ്മുടെ അരിസ്റ്റോട്ടലാണ്. പിന്നീട് കാൾ ലിനേസ് വന്ന് ജീവജാലങ്ങളെ 2 കിങ്ഡമാക്കി മാറ്റി. അതാണ് കിങ്ഡം അനിമേലിയും കിങ്ഡം പ്ലാന്റേയും. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്ക് ഓഫ് കാൾ ലിനേസ്, സിസ്റ്റമേ നാച്ചുറ എന്ന പുസ്തകം എഴുതിയത്, ജനറൽ പ്ലാന്റേറം എന്ന പുസ്തകം എഴുതിയത്, ഒക്കെ ഉത്തരം എന്താ? കാൾ ലിനേസ് ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്ര എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, കാൾ ലിനേസ് പിന്നീട് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെ നമ്മുടെ ചുറ്റും കണ്ടു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവജാലത്തിൻ്റെ ഘട്ടങ്ങളെ അനുസരിച്ചും നമ്മുടെ കാൾ ലിനേസ് ഒരു ക്ലാസിഫിക്കേഷനും കൂടെ കൊണ്ടുവന്നു. അതാണ് ഇവിടെ കാണുന്ന കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പം എന്തൊക്കെയാ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേ കാൾ ലിനേസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം കാൾ ലിനേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഫാദർ ഓഫ് ടാക്സോണമി, ജീവജാലങ്ങൾക്ക് നാമം നൽകുന്ന, അവരെ വർഗീകരിക്കുന്ന പഠനശാഖയാണ് ടാക്സോണമി. ആ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് ടാക്സോണമി ചോദിച്ചു കഴിഞ്ഞാൽ കാൾ ലിനേസ്. സിസ്റ്റമേ നാച്ചുറ എന്ന പുസ്തകം എഴുതിയത് കാൾ ലിനേസ്.
പിന്നെന്താ, ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി നമുക്ക് പറയാം കാൾ ലിനേസ്. ആദ്യമായി ജീവജാലങ്ങളെ കിങ്ഡം അനിമേലിയയും കിങ്ഡം പ്ലാന്റേയും വേർതിരിച്ചത് കാൾ ലിനേസ്. ഇവിടെ നമ്മൾ പറഞ്ഞു പുതിയൊരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ്? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ പറഞ്ഞ വാക്ക് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ റേ ആണ്. ജോൺ റേ ആണ് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ റേ ആണ്. ജോൺ റേയുടെ ഒരു പുസ്തകവും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം. എന്താണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം, അല്ലെങ്കിൽ വെറും ഹിസ്റ്റോറിയ പ്ലാന്ററം എന്നും ചോദിക്കാം. ആരെഴുതിയ പുസ്തകമാണ്? ഹൂ റോട്ട് ദ ബുക്ക് ഹിസ്റ്റോറിയ പ്ലാന്ററം, അല്ലെങ്കിൽ മൊത്തത്തിൽ ചോദിക്കാം ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം. അതാരാ? ജോൺ റേ ആണ്. ഏതാണ്ട് 18,500 തരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ച്, സ്പീഷീസിനെ കുറിച്ച് ഈ പറയുന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിയ ജനറലിസ് പ്ലാന്ററത്തിനകത്ത് ഏകദേശം 18,500 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളുടെ 18,500ഓളം പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ച് ഏതിൽ വിവരിക്കുന്നുണ്ട്? ഈ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം എന്ന പുസ്തകത്തിനകത്ത്, ജോൺ റേയുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ജോൺ റേ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഷീസ് എന്ന ടേം ആദ്യമായി കോയിൻ ചെയ്ത വ്യക്തിയാണ് ജോൺ റേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ചോദിച്ചിട്ടുള്ള, നമുക്ക് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം. നമ്മൾ പറഞ്ഞു ഈ പുസ്തകത്തിനകത്ത് ഏകദേശം 18,500ഓളം സ്പീഷീസ് ഓഫ് പ്ലാന്റ്, സസ്യങ്ങളുടെ 18,500ഓളം സ്പീഷീസിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു 2 കിങ്ഡംസിനെ കുറിച്ച് പറഞ്ഞു. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയും എന്നും പറഞ്ഞ് 2 കിങ്ഡംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഇവിടെ വരുന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്രയും പഠനങ്ങളൊക്കെ, ഇതിനെക്കുറിച്ചുള്ള, ജീവജാലങ്ങളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പഠനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പിന്നീട് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള, അതായത് ഒരു സെല്ലുള്ളത്, മൾട്ടിപ്പിൾ സെല്ലുള്ളത്, ന്യൂക്ലിയസ് ഉള്ളത്, ന്യൂക്ലിയസ് ഇല്ലാത്തത്, സഞ്ചരിക്കാത്തത്, അങ്ങനെ പല തരത്തിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാമെന്ന്, ക്ലാസിഫൈ ചെയ്യാമെന്ന് പിന്നീട് കണ്ടെത്തലുകൾ വന്നു. പഠനങ്ങളൊക്കെ നടത്തി കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് പ്രൊപ്പോസ് ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ R.H. വിറ്റാക്കർ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതും ഒരു PYQ ആണ്. മനസ്സിലായോ? R.H. വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 1969 R.H. വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ആ 5 കിങ്ഡം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. മനസ്സിലായോ? കിങ്ഡം മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അപ്പം കിങ്ഡം മൊണീറ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബാക്ടീരിയകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. അപ്പം ഊഹിച്ചോണം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി പ്രൊട്ടിസ്റ്റ അറിയാമല്ലോ, അമീബ പോലുള്ള ജീവികൾ കാണപ്പെടുന്നത് പ്രൊട്ടിസ്റ്റയാണ്. അടുത്ത ഫംഗൈ നമുക്കറിയാം, ഫംഗസ്, മഷ്റൂം, ഈസ്റ്റൊക്കെ വരുന്നത്. ഫംഗൈ ആണ്. അടുത്ത കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ്, കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കൾ, ആനിമൽസ്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നോക്കിയേ, ബാക്ടീരിയ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെൽസ് ഒക്കെ പഠിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് പ്രോക്യാരിയോട്ടുകളാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടുകൾ നമുക്ക് വിളിക്കാം, അല്ലേ? യൂണിസെല്ലുലാർ, അതായത് ഒറ്റ സെല്ലുള്ള പ്രോക്യാരിയോട്ടുകളാണ് എന്ത്? ബാക്ടീരിയ എന്ന് പറയുന്നത്. അമീബ എന്ന് പറയുന്നത് എന്താ? യൂണിസെല്ലുലാർ ആണ്, പക്ഷെ അതൊരു യൂക്യാരിയോട്ട് ആണെന്ന് നമ്മൾ പഠിച്ചു. അമീബ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്, പക്ഷെ അതൊരു യൂക്യാരിയോട്ട് ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് വരുന്ന ഫംഗൈ, മഷ്റൂം ഒക്കെ ഈസ്റ്റ് ഉൾപ്പെടുന്ന ഫംഗൈ, പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ, പിന്നെ കിങ്ഡം അനിമേലിയ.
ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. ഓരോ കിങ്ഡമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം എന്താണ് പ്രോക്യാരിയോട്ട്, എന്താണ് യൂക്യാരിയോട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രോക്യാരിയോട്ട് എന്താണ്, യൂക്യാരിയോട്ട് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. എന്താണ് പ്രോക്യാരിയോട്ട്? നമ്മൾ പറഞ്ഞു, നമ്മൾ മുൻപ് പഠിച്ചതാണ് സെൽസിനെ കുറിച്ച്. നമുക്കറിയാം സെൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ മെയിൻ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു സെല്ലിൻ്റെ ബ്രെയിൻ എന്നൊക്കെ പറയുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിന് പൊതിഞ്ഞുകൊണ്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടിയ അതാണ് ന്യൂക്ലിയസുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില ജീവികളിൽ ന്യൂക്ലിയസിന് മെംബ്രെയിൻ കാണില്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ കാണില്ല. അത്തരത്തിലുള്ള ജീവികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണെന്ത്, പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്യാരിയോട്ടുകൾ എന്താ? ദ ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് ഹാവ് എ പ്രോപ്പർ ന്യൂക്ലിയസ്. ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് ഹാവ് എ പ്രോപ്പർ ന്യൂക്ലിയസ്. ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് ഹാവ് എ പ്രോപ്പർ ന്യൂക്ലിയസ്. വ്യക്തമായ മർമ്മമില്ലാത്തത്, വ്യക്തമായ മർമ്മമില്ലാത്തത്. അല്ലെങ്കിൽ എന്തില്ല എന്ന് പറയാം, എന്തില്ല എന്ന് പറയാം. ഇതൊരു സെല്ലാണെങ്കിൽ, ഇതാ ഒരു ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന് എന്ത് ഉണ്ടാവത്തില്ല, ഇതിന് എന്തുണ്ടാവത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു മർമ്മം ഉണ്ടാവത്തില്ല, വ്യക്തമായ മർമ്മം കാണില്ല. അതാണ് എന്ത്, പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. പ്രോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രിമിറ്റീവ് ആണ്. ക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, അതായത് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളത്, പ്രിമിറ്റീവ് ന്യൂക്ലിയസ്. അതാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ദേ ആർ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ഓർഗാനിസംസ്. ദേ ആർ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ഓർഗാനിസംസ്. That is the organisms which do not have a proper nucleus or they do not have a nuclear membrane. ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തമായ മർമ്മം ഇല്ലാത്തവ, അല്ലെങ്കിൽ മർമ്മസ്തരമില്ലാത്തത്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത്, അതാണെന്ത്, പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്രോക്യാരിയോട്ടുകൾ പൊതുവെ ചെറിയ സൈസുകളാണ്, സ്മോൾ ഇൻ സൈസാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയതാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്, സ്മോളസ്റ്റ് സെൽ ഇൻ എർത്ത്. ഭൂമിയിലെ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ്. സ്മോളസ്റ്റ് സെൽ ഇൻ എർത്ത്. നമ്മൾ കോശം പഠിച്ചപ്പോൾ പഠിച്ച ഭൂമിയിലെ ഏറ്റവും വലിയ കോശം, ഏറ്റവും ചെറിയ കോശം, ശരീരത്തിലെ ഏറ്റവും വലിയ കോശം, ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, നീളം കൂടിയത്, വിഭജിക്കാത്തത്, എണ്ണത്തിൽ കൂടുതൽ, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് എന്താ, ഭൂമിയിലെ ഏറ്റവും ചെറിയ കോശം, അതാണ് മൈക്കോപ്ലാസ്മ. അല്ല PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നൊക്കെ പറയുന്ന PPLO. ഓക്കെ ആണല്ലോ. അപ്പം ഈ മൈക്കോപ്ലാസ്മ, ഈ സൈനോ ബാക്ടീരിയ, ഈ ബാക്ടീരിയ ഒക്കെ ഉൾപ്പെടുന്ന ഈ കിങ്ഡത്തിന് ഉൾപ്പെടുന്ന വർഗ്ഗമാണെന്ത്, പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും മാത്രം ഓർക്കുക. പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല, അല്ലെങ്കിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. കറക്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ആ ന്യൂക്ലിയസിന് വ്യക്തത ഇല്ലാത്തതെന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുന്ന ടെക്സ്റ്റുകളിൽ കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ല എന്നല്ല പറയേണ്ടത്, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ശരിയായ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം പ്രോക്യാരിയോട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്, യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. യു മീൻസ് ട്രൂ, ക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, അതായത് ട്രൂ ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ് ആണെന്ത് യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സെൽ, പൂർണ്ണമായ ഒരു കോശം, എന്തുള്ളത്, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ളതും മറ്റ് സെൽ ഓർഗനലൈസ് ഉള്ളതും. സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട ഒരു മർമ്മസ്തരമുള്ള ന്യൂക്ലിയസുകളുള്ള ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്നതാണെന്ത്, യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ യൂക്യാരിയോട്ടുകളുടെ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്തുവാ, അത് മെംബ്രെയിൻ ബൗണ്ടാണ്. യൂക്യാരിയോട്ടിൻ്റെ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മെംബ്രെയിൻ ബൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തത ഉണ്ട്. വ്യക്തമായ മർമ്മത്തോടു കൂടിയ ജീവികളെ, വ്യക്തമായ മർമ്മമുള്ള ജീവികളെ, ഓർഗാനിസംസ് വിത്ത് റെഗുലർ ന്യൂക്ലിയസ് ഓർ വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ നമുക്ക് എന്ത് വിളിക്കാം, യൂക്യാരിയോട്ടുകൾ എന്ന് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ്സ്, ആനിമൽസ്, അമീബ. എപ്പോഴും നമുക്ക് സംശയമാണ്, അമീബ ഒരു പ്രോക്യാരിയോട്ടാണോ യൂക്യാരിയോട്ടാണെന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. സ്ഥിരം
ചോദിക്കുന്ന ചോദ്യം. RRB ആയാലും SSCക്ക് ആയാലും PSCക്ക് ആയാലും ഏത് ലെവൽ പരീക്ഷകൾക്കായാലും സ്ഥിരം നമ്മളെ തെറ്റിക്കുന്നതും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതുമായ ഒരു ചോദ്യമാണ് അമീബ എന്താണ്? അമീബ ഒരു പ്രോക്യാരിയോട്ടാണോ യൂക്യാരിയോട്ടാണോ എന്നുള്ളത്. നമുക്കിതെല്ലാം കൂടെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ശരിയല്ലയോ? അപ്പം അമീബ എന്താണെന്ന് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ നമ്മൾ സ്കൂളിൽ വരച്ചുകൊണ്ടിരുന്നത്. അമീബ എങ്ങനെ നമ്മൾ സ്കൂളിൽ വരച്ചുകൊണ്ടിരുന്നത്? സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവൻ പോലും നല്ല രീതിയിൽ വരയ്ക്കുന്ന ഒറ്റേ ഒരു പടമാണ് എന്ത്? അമീബ എന്ന് പറയുന്നത്. നമുക്ക് ചുമ്മാ വ്യക്തമായിട്ട് നമ്മളൊരു കുത്ത് ആദ്യം ഇടും, അല്ലയോ? നമ്മൾ കറക്റ്റായിട്ടൊരു കുത്തിടും, ബാക്കി അതിൻ്റെ പുറയിൽ തോന്നിയ പോലെ വരയ്ക്കും. വ്യക്തമായിട്ടൊരു കുത്തിടും, ബാക്കി നമുക്ക് തോന്നിയ പോലെ വരയ്ക്കും. അപ്പം തോന്നിയ പോലെ വരയ്ക്കുന്നത് കോശമാണ്. പക്ഷേ വ്യക്തമായിട്ട് നമ്മളൊരു കുത്തിടുന്നുണ്ട്, വ്യക്തമായിട്ടൊരു മർമ്മം ഇടുന്നുണ്ട്. വ്യക്തമായിട്ട് മർമ്മം ഇടുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു യൂക്യാരിയോട്ടുകളാണ്. മനസ്സിലായോ? അതൊരു യൂക്യാരിയോട്ടാണ്. ഇനി തെറ്റത്തില്ലല്ലോ. നമ്മൾ വരച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കിത് നല്ല രീതിയിൽ വരയ്ക്കാൻ, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അതിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അമീബ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമീബ അടങ്ങുന്ന പ്രോട്ടോസോവകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ യൂക്യാരിയോട്സ്. ഓക്കെ ആണല്ലോ? അപ്പം യൂക്യാരിയോട്സ് എന്താണെന്ന് മനസ്സിലായി. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ എന്നും, ക്യാരിയോട്ട് എന്നാൽ ന്യൂക്ലിയസ് എന്നും, അങ്ങനെ ട്രൂ ന്യൂക്ലിയസ് ഉള്ളവ എന്നാണ് യൂക്യാരിയോട്ടുകളുടെ അർത്ഥം. അതായത് കംപ്ലീറ്റ് സെൽ വിത്ത് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് അതർ സെൽ ഓർഗനൈസ്. ഓക്കെ ആണല്ലോ? അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് പ്ലാന്റ്സ്, ആനിമൽസ്, പ്രോട്ടോസോവാസ് ലൈക്ക് അമീബ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാൻ. ഓക്കെ ആണല്ലോ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വർഗ്ഗങ്ങളാണ് പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടും. അപ്പോൾ പ്രോക്യാരിയോട്ട് എന്താണ്, യൂക്യാരിയോട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ RH വിറ്റാക്കറിൻ്റെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. അതിനകത്തെ ആദ്യത്തെ ആളാണ് എന്ത്? കിങ്ഡം മൊണീറ. ആദ്യത്തെ കിങ്ഡമാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. അപ്പം എന്താണത്? ഓക്കെ, ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികളാണെന്ത്? കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നമ്മൾ രണ്ട് വർഗ്ഗങ്ങളെ പഠിച്ചില്ലയോ? ന്യൂക്ലിയസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഗ്ഗം ഏതാ? ആ വർഗ്ഗമാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പം പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് എ ന്യൂക്ലിയസ്, അങ്ങനെ ഉൾപ്പെടുന്ന ജീവികളാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. ഇതെല്ലാം ഈ കിങ്ഡം മൊണീറയിൽ വരുന്നതെല്ലാം മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ബാക്ടീരിയ സച്ച് ആസ് ഈക്കോളി, ഹെലിക്കോബാക്ടർ പൈലറി. ഇതൊക്കെ വരുന്നതാണ് എന്ത്? ബാക്ടീരിയയിൽ വരുന്നത്. അപ്പോൾ ബാക്ടീരിയാസ് ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം മൊണീറ. RH വിറ്റാക്കറിൻ്റെ ആദ്യത്തെ കിങ്ഡമായ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്നതാണ് ബാക്ടീരിയ. എന്താണ് ബാക്ടീരിയ, അല്ലെങ്കിൽ ആരാണ് ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് എ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ സിംപ്ലി എന്ത് പറയാം? ദേ ആർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇതാണ് കിങ്ഡം മൊണീറ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തതാണ് നമുക്ക് ബാക്ടീരിയകളെ കുറച്ച് നോക്കാം. ബാക്ടീരിയകളെ കുറിച്ചൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മിക്ക കാര്യവും നമുക്ക് മുമ്പ് എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ബാക്ടീരിയ. The process of making yogurt from milk is done by bacteria called lactobacillus. Lactobacillus എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് യോഗേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തൈര്. അപ്പം പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയും. ഫെർമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഫെർമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഈ പാലിനെ തൈരാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്? ഫെർമെൻറ്റേഷൻ. പാലിനെ യോഗേർട്ട് അല്ലെങ്കിൽ തൈരാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്
ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം പ്രോസസ് ഓഫ് മേക്കിംഗ് യോഗർട്ട് ഫ്രം മിൽക്ക്, പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്ന ഫെർമെൻറ്റേഷൻ എന്ന പ്രക്രിയയിൽ സഹായിക്കുന്ന ബാക്ടീരിയ. ഏത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ടോ ബാസിലസ്. ലാക്ടോ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം പാലുമായിട്ട് ബന്ധപ്പെട്ടതാ, ഇല്ലയോ? ലാക്ടോ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ. ലാക്ടോ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് പാലുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് അറിയാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് റൈസോബിയം എന്ന് പറയുന്നത്. റൈസോബിയം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഈ സസ്യങ്ങൾക്ക് മണ്ണിൽ നിന്ന് ഒരുപാട് നൈട്രജൻ ഉണ്ട്. നമ്മൾ മണ്ണുകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് മണ്ണിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പം സസ്യങ്ങൾക്ക് മണ്ണിലുള്ള നൈട്രജനെ ആ നൈട്രജൻ എന്ന രൂപത്തിൽ തന്നെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനവരെന്ത് ചെയ്യണം? ഈ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റി ആ നൈട്രേറ്റുകളെയാണ് സസ്യങ്ങൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന എന്തിന്? സസ്യങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ ആണ് എന്ത്? റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. പ്ലാന്റ്സ് കനോട്ട് അബ്സോർബ് നൈട്രജൻ ഡയറക്ട്ലി ഫ്രം സോയിൽസ്. മണ്ണിൽ നിന്ന് ഡയറക്റ്റായിട്ട് സസ്യങ്ങൾക്ക് ഈ പറഞ്ഞ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റും. മനസ്സിലായോ? ഈ നൈട്രജനെ അവർ നൈട്രേറ്റ് ആക്കി മാറ്റും. അങ്ങനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് ആരാ? റൈസോബിയം ബാക്ടീരിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് ബാക്ടീരിയകളെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. ഏതൊക്കെയാ? ലാക്ടോബാസിലസും റൈസോബിയവും. എന്താണ് ലാക്ടോബാസിലസ്? പാലിനെ തൈരാക്കി മാറ്റുന്നത്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് യോഗർട്ട് ഫ്രം മിൽക്ക്. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ് ഇസ് ഡൺ ബൈ ദ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. കാരണം സസ്യങ്ങൾക്ക് വേണ്ടുന്ന നൈട്രജനെ നൈട്രേറ്റ്സിൻ്റെ രൂപത്തിലാക്കി സസ്യങ്ങളെ അബ്സോർബ് ചെയ്യുന്നത് ആരുടെ സഹായത്തോടു കൂടിയാ? റൈസോബിയം ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ദ ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ലിബറേറ്റിംഗ് ഓർഗാനിസംസ് അപ്പിയർ ഓൺ എർത്ത് വെയർ സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ ആണ് ദ ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ലിബറേറ്റിംഗ് ഓർഗാനിസംസ് അപ്പിയർ ഓൺ എർത്ത്. അതായത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ ചെയ്യുന്ന ഭൂമിയിലെ ആദ്യത്തെ ഓർഗാനിസം, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ഓക്സിജനെ പുറന്തള്ളുന്ന, ഓക്സിജനെ റിലീസ് ചെയ്യുന്ന ഭൂമിയിലെ തന്നെ ആദ്യത്തെ ജീവജാലമാണെന്ത്? സയനോബാക്ടീരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരെയാ? ഈ സയനോബാക്ടീരിയ ആണ്. ഓക്കെ ആണല്ലോ. ദ ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ലിബറേറ്റിംഗ് ഓർഗാനിസം. ഓക്സിജനെ റിലീസ് ചെയ്യുന്ന, ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജനെ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയനോബാക്ടീരിയ ആണ്. മനസ്സിലായോ? സയനോബാക്ടീരിയ ആണ്. ഓക്കെ. ദ ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ലിബറേറ്റിംഗ് ഓർഗാനിസംസ് അപ്പിയർ ഓൺ എർത്ത് വെയർ സയനോബാക്ടീരിയ. ഓക്കെ ആണല്ലോ. സയനോബാക്ടീരിയ ആണ് എന്തറിയപ്പെടുന്നത്? ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നത് ആരാ? ദേ സയനോബാക്ടീരിയ. ഓക്കെ ആണല്ലോ. അപ്പം ദ ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ലിബറേറ്റിംഗ് ഓർഗാനിസംസ് അപ്പിയർ ഓൺ എർത്ത്. ഭൂമിയിൽ തന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന, ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ജീവജാലം, ആദ്യത്തെ സാധനമാണെന്ത്? സയനോബാക്ടീരിയ. ഈ സയനോബാക്ടീരിയ അറിയപ്പെടുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരെണ്ണമാണ് എസ്ചീരിയ കോളി ഒക്കേഴ്സ് ഇൻ സ്റ്റൊമക് ഓഫ് ഹ്യൂമൻ. എസ്ചീരിയ കോളിയെ കുറിച്ച് നമുക്ക് നോക്കാം. എസ്ചീരിയ കോളി അല്ലെങ്കിൽ നമ്മൾ ഈ കോളി എന്ന് പറയും. മനസ്സിലായോ? എസ്ചീരിയ കോളി അല്ലെങ്കിൽ ഈ കോളി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള വൻകുടലിന് 3 ഭാഗങ്ങളുണ്ട്. സീക്കം, റെക്ടം, കോളം എന്ന് പറയുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ 3 പാർട്സ് ആണ് എന്ത്? സീക്കം, റെക്ടൻ, കോളൻ. ഈ സീക്കത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് എന്ത്? ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. നമ്മുടെ ആമാശയത്തിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഈക്കോളി ബാക്ടീരിയ നമുക്ക് ദോഷവുമാണ്, അത് ഗുണകരവും ചെയ്യുന്നുണ്ട്. ഈക്കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന സ്റ്റൊമക് ക്രാംസിനും വോമിറ്റിംഗ്, ഡയേറിയ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായ ഒരു ബാക്ടീരിയയാണ് എസ്ചീരിയ കോളി അല്ലെങ്കിൽ ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ദോഷഫലം എന്ന് പറയുന്നത്. എന്നാൽ അത് ഗുണം ചെയ്യുന്ന നല്ലൊരു കാര്യം എന്താ? ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് വിറ്റാമിൻസ് ലൈക്ക് വിറ്റാമിൻ കെ, B7, B12. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വിറ്റാമിൻ കെ അറിയാമല്ലോ, ബ്ലഡിൻ്റെ കൊയാഗുലേഷന് സഹായിക്കുന്ന, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്, ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്നതാണ് എന്ത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. B7 എന്തുവാ? B7 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോട്ടിനാണ്. നമ്മുടെ മുടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള, ഹെയറിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് B7 എന്ന് പറയുന്നത്. ബയോട്ടിൻ എന്ന് പറയും, ബയോട്ടിൻ. അടുത്ത B12 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ RBC നിർമ്മാണത്തിന് ഒക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് B12. ഈ വൈറ്റമിൻ കെ, വൈറ്റമിൻ B7, വൈറ്റമിൻ B12 ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്കോളി ബാക്ടീരിയ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതോർത്തോണം, രണ്ട് ബാക്ടീരിയകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സൈനോ ബാക്ടീരിയയും ഒന്ന് എസ്ചീരിയ കോളി അല്ലെങ്കിൽ ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്താണ് സൈനോ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞത്? ദ ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ലിബറേറ്റിംഗ് ഓർഗാനിസം. ഭൂമിയിലെ ആദ്യത്തെ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന, ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഓർഗാനിസമാണിത്, ഈ പറയുന്ന സൈനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയും. ഇനി എസ്ചീരിയ കോളി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ ആമാശയത്തിൽ കാണപ്പെടുന്ന, സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ബാക്ടീരിയ ആണ് എസ്ചീരിയ കോളി അല്ലെങ്കിൽ ഈ കോളി എന്ന് പറയുന്നത്. അത് സ്റ്റൊമക് ക്രാംസിന്, വൊമിറ്റിംഗ്, ഡയേറിയ ഇതിനൊക്കെ കാരണമായ ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമ്മുടെ ശരീരത്തിൽ എന്ത് ഗുണമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് vitamin K, which helps in coagulation of blood, vitamin B7, which is good for our hair, and vitamin B12, which helps in making of RBC. ഓക്കെ ആണല്ലോ. അപ്പം വൈറ്റമിൻ കെ, വൈറ്റമിൻ B7, B12 ഇതിൻ്റെ ഒക്കെ നിർമ്മാണത്തിന് ആര് സഹായിക്കുന്നുണ്ട്? ഈ കോളി ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു ബാക്ടീരിയയിലെ റെസ്പിറേറ്ററി സൈറ്റാണ് മീസോസോം എന്ന് പറയുന്നത്. ഒരു ബാക്ടീരിയയിലെ റെസ്പിറേറ്ററി സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസോസോം എന്ന് പറയും. ഓക്കെ ആണേ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഷേപ്പാണ്. ബാക്ടീരിയ പല ഷേപ്പുകളിൽ കാണപ്പെടും. ഒന്ന് സ്പെറിക്കൽ ഷേപ്പിൽ വരുന്ന ബാക്ടീരിയകളാണ് കോക്കസ് എന്ന് പറയുന്നത്. അതാണ്ട് സ്പെറിക്കൽ ഷേപ്പിൽ വരുന്നതാണ് എന്ത്? കോക്കസ് എന്ന് പറയുന്നത്. ഇതാണ് സ്പെറിക്കൽ ഷേപ്പ്. ഓക്കെ ആണല്ലോ. സ്പെറിക്കൽ ഷേപ്പിൽ വരുന്നതാണ് കോക്കസ്. സ്പെറിക്കൽ ഷേപ്പിൽ വരുന്നതാണ് എന്ത്? കോക്കസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റോഡ് ഷേപ്ഡ് ദണ്ഡാകൃതി. റോഡ് ഷേപ്പിൽ വരുന്നതാണ് ബാസിലസ്. ഇതാണ് റോഡ് ഷേപ്പിൽ വരുന്നതാണ് ബാസിലസ് എന്ന് പറയുന്നത്. അടുത്ത കർവ്ഡ് ഷേപ്പ്, കണ്ടോ? കർവ് പോലെ ഇരിക്കുന്ന കർവ് ഷേപ്പിൽ വരുന്ന രണ്ട് ബാക്ടീരിയകളാണ് വിബ്രിയോയും സ്പൈറലോമും. അപ്പം വിബ്രിയോയും സ്പൈറലോം എന്തുവാ? അത് കർവ്ഡ് ഷേപ്പാണ്. എന്ത്? വിബ്രിയോയും സ്പൈറലോവും. ഓക്കെ ആണല്ലോ. അപ്പം ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയകളുടെ ഷേപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്പെറിക്കൽ ഷേപ്പ് ആണെന്ത്? കോക്കസ് എന്ന് പറയുന്നത്. സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ് കോക്കസ്. റോഡ് ഷേപ്പ്ഡ് ആണ് ബാസിലസ്. ഇനി കർവ്ഡ് ഷേപ്പ്ഡ് ആണെങ്കിൽ അത് വിബ്രിയോയും സ്പെറിക്കലും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലയോ? യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ വിത്ത് റെഗുലർ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഏത് വർഗമാണ്? ദേ ആർ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയാം. ഓക്കെ ആണേ. അപ്പം കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് എ ന്യൂക്ലിയസ്.
ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് എന്ത് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയെ വിളിക്കുന്ന ഒരു പേരാണെന്ത് യൂക്യാരിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യൂഷ്വലി ഫൗണ്ട് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. അപ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നത് കൂടുതലും അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ, അതായത് ജലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ പ്രൊട്ടിസ്റ്റയിലുള്ള ആൾക്കാർ കാണപ്പെടുന്നത്. അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ലിങ്ക് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് ലാർജർ ഓർഗാനിസംസ്. ബാക്ടീരിയയുടെയും മറ്റു വലിയ ജീവികളുടെയും ഇടയിലുള്ള ഒരു ലിങ്കായിട്ട് നിൽക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. മനസ്സിലായോ? കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് അമീബ ഓർക്കേണ്ട നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അമീബ കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. അമീബ ഒരു യൂക്യാരിയോട്ടാണ്. ഓക്കെ ആണല്ലോ. ഇത് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് അമീബ. ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് അമീബയാണെന്ത് സ്യൂഡോപോഡിയ എന്ന് പറയും. സ്യൂഡോപോഡിയ എന്ന് പറയുന്നതാണ് അമീബയുടെ ലോക്കോമോട്ടറി, അതിന് മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത്. അതാണ് സ്യൂഡോപോഡിയ. ഫാൾസ് ഫീറ്റ് എന്നറിയപ്പെടുന്നത്. സ്യൂഡോപോഡിയ അറിയപ്പെടുന്ന വേറൊരു പേരാണെന്ത് ഫാൾസ് ഫീറ്റ്സ് എന്നറിയപ്പെടുന്നത് സ്യൂഡോപോഡിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് നമ്മൾ പറഞ്ഞത്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് ന്യൂക്ലിയസ് ആണ് എന്ത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നത്. അതെന്താണ് യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയാം. അത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് ലിങ്ക് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് ലാർജർ ഓർഗാനിസംസ്. എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ച ആരെയാ? അമീബയാണ് എക്സാമ്പിളായിട്ട് പഠിച്ചത്. അമീബയുടെ ലോക്കോമോട്ടറി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സ്യൂഡോപോഡിയ. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത് ഫാൾസ് ഫീറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണേ. കിങ്ഡം പ്രോട്ടിസ്റ്റ ഒക്കെ ആണല്ലോ. അടുത്ത വരുന്നതാണ് കിങ്ഡം ഫംഗൈ എന്ന് പറയുന്നത്. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത് നോൺ മോട്ടൈൽ ഹെട്രോട്രോപിക് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഈ ഫംഗസുകൾ അല്ലെങ്കിൽ മഷ്റൂം, കൂണ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ വരുന്നതാണ് എന്ത് കിങ്ഡം ഫഞ്ചൈൽ. കണ്ടില്ലേ, കൂണ് പോലെ ഉണ്ടാവുന്നതാണ് എന്ത് കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത്. അപ്പം അത് നോൺ മോട്ടൈലാണ്, മൂവ്മെൻറ്റ് ഇല്ലാത്തതാണ്, നോൺ മോട്ടൈലാണ്, ഹെട്രോട്രോപിക് ആണ്, യൂണിസെല്ലുലാർ ആവാം, മൾട്ടി സെല്ലുലാർ ആവാം. മനസ്സിലായോ? അപ്പോൾ ഫംഗയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. അവർ നോൺ മോട്ടൈലാണ്, ഹെട്രോട്രോപിക് ആണ്, അതേപോലെ യൂണിസെല്ലുലാർ ആകാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആകാം. അത്തരത്തിലുള്ള വർഗ്ഗങ്ങളാണ് എന്ത് വിഭാഗത്തിൽ പെടുത്തിയേക്കുന്നത്? കിങ്ഡം ഫഞ്ചൈൽ പെടുത്തിയേക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മഷ്റൂം, ഈസ്റ്റ്, പെൻസിലിയം എന്നൊക്കെ പറയുന്നത്. മഷ്റൂം, ഈസ്റ്റ്, പെൻസിലിയം ഒക്കെ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു? കിങ്ഡം ഫഞ്ചൈൽ ഉൾപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ദേ ആർ നോൺ ഗ്രീൻ പ്ലാന്റ്സ്. ഇന്ന് നമ്മൾ ഒരു നോൺ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. നമ്മൾ സെൽസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, സസ്യകോശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു പ്ലാന്റ് സെൽസിനെ കുറിച്ച്. ആ പ്ലാന്റ് സെൽസിനകത്ത് നമ്മൾ പറഞ്ഞ അതിനകത്ത് മാത്രം കാണപ്പെടുന്നതാണ് എന്ത് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ആ പ്ലാസ്റ്റിഡ്സിനകത്ത് ഒരെണ്ണമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ, വിച്ച് ഗീവ്സ് ഗ്രീൻ കളർ ടു ദ പ്ലാന്റ്സ്. ഓക്കെ ആണല്ലോ. ആ സാധനം എന്തില്ല? അത് ഏതിനകത്തില്ല? കിങ്ഡം ഫഞ്ചൈലില്ല. അതുകൊണ്ട് തന്നെ കിങ്ഡം ഫഞ്ചൈലെ ആൾക്കാരെ നമ്മൾ എങ്ങനെ വിളിക്കാം? ദേ ആർ നോൺ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് വിളിക്കാം. അവർ നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. കാരണം അവരിൽ എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ഇനി എന്താണ് സാപ്രോഫൈറ്റുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാപ്രോഫൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാപ്രോഫൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ ജീവിക്കുന്ന വർഗ്ഗങ്ങളെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാപ്രോഫൈറ്റ്സിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ ജീവിക്കുന്ന സാധനങ്ങൾ, വിഭാഗത്തെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡെഡ് ആൻഡ് ഡീക്കേയിങ്ങിൽ വളരുന്ന വിഭാഗത്തെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ടർ ടാങ്കുകളിലൊക്കെ നമ്മൾ ഈ ഫംഗസ് കളയാൻ വേണ്ടി, വാട്ടർ ടാങ്കിലൊക്കെ പറ്റിയിരിക്കുന്ന ഫംഗസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കെമിക്കൽ യൂസ്ഡ് ഫോർ ഡിസ്ട്രോയിങ് ഫംഗൈ ഇൻ വാട്ടർ ടാങ്ക്സ്. വാട്ടർ ടാങ്കുകളിലുള്ള ഫംഗസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് കോപ്പർ സൾഫേറ്റ് ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. ആരാ? നമ്മുടെ കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റാണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ കിങ്ഡം ഫഞ്ചൈ ഓക്കെ ആണല്ലോ. എന്താണ് കിങ്ഡം ഫഞ്ചൈ? ദേ ആർ നോൺ മോട്ടൈൽ, ഹെറ്ററോട്രോപിക്, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. മൂവ്മെൻ്റ് ഇല്ലാത്ത, മറ്റുള്ളവരെ ആഹാരത്തിനായി ആശ്രയിക്കുന്ന, മറ്റ് വസ്തുവിനെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന യൂണിസെല്ലുലാർ, ഏകകോശം അല്ലെങ്കിൽ ബഹുകോശമായിട്ടുള്ള ഒരു ജീവിയാണെന്ത്? ഫഞ്ചൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അവരെന്താണ്? ദേ ആർ നോൺ ഗ്രീൻ പ്ലാന്റ്സ്. അവരെന്താ? നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. കാരണം അവരിൽ എന്തില്ല? അവരിൽ ക്ലോറോഫിൽ ഇല്ല. അവരിൽ ആരില്ല? ക്ലോറോഫിൽ ഇല്ല. ഗ്രീൻ കളർ കൊടുക്കുന്ന, പച്ച നിറം നൽകുന്ന ക്ലോറോഫിൽ ഇവരിലില്ല. ഇനി ഇത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ താമസിക്കുന്ന, ജീവിക്കുന്ന വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സാപ്രോഫൈറ്റുകൾ എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ആണ്, കിങ്ഡം ഫഞ്ചൈയിൽ ഉൾപ്പെടുന്ന എക്സാമ്പിൾസ് ആണ് മഷ്റൂം, ഈസ്റ്റ്, പെൻസിലിയം എന്നൊക്കെ പറയുന്നത്. മഷ്റൂം, ഈസ്റ്റ്, പെൻസിലിയം എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കെമിക്കൽസ് യൂസ്ഡ് ഫോർ ഡിസ്ട്രോയിങ് ഫഞ്ചൈ ഇൻ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കുകളിൽ ഫംഗസിനെ നശിപ്പിക്കുന്ന കെമിക്കൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിന് അറിയപ്പെടുന്നത് എങ്ങനെയാ? ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നതാണ് എന്ത്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് കിങ്ഡം പ്ലാന്റേയും ഇനി വരുന്ന നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയും. അത് നമുക്ക് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം മതി. നമ്മൾ ഈ കിങ്ഡം പഠിക്കുമ്പം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ നമുക്ക് ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിനകത്തെയും അനിമൽ കിങ്ഡത്തിനകത്തെയും വരുന്ന കാര്യങ്ങൾ, അവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആരാണ് കിങ്ഡം അനിമേലിയ പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഓട്ടോട്രോപിക്, മൾട്ടിസെല്ലുലാർ, നോൺ മോട്ടൈൽ ഓർഗാനിസംസ്. ഓക്കെ ആണല്ലോ. അവരെന്താണ്? ദേ ആർ ഓട്ടോട്രോപിക്, മൾട്ടിസെല്ലുലാർ, നോൺ മോട്ടൈൽ ഓർഗാനിസംസ്. ഓക്കെ ആണേ. ഓട്ടോട്രോപിക്, മൾട്ടിസെല്ലുലാർ, അതായത് സ്വപോഷികളാണ്, സ്വന്തമായിട്ട് സെൽഫ് ഫീഡിങ് ആണ്. മൾട്ടി സെല്ലുലാർ ആണ്, ബഹുകോശ ജീവിയാണ്. അവർക്ക് മൂവ്മെൻ്റ് ഉണ്ടോ? സസ്യങ്ങൾ പോകുന്നുണ്ടോ? ഇവിടുന്ന് അപ്പുറത്തോട്ട് വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. അവർ നോൺ മോട്ടൈലാണ്. അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? കിങ്ഡം പ്ലാന്റ്. അവരെ നമുക്ക് എങ്ങനെ വിളിക്കാം? അവരെ നമുക്ക് യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ എന്ന് വിളിക്കാം. യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഓർത്തോണം, സെൽവാൾ കാണപ്പെടുന്ന ഒരു കിങ്ഡം, സെൽവാളുകൾ കാണപ്പെടുന്ന വിഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് കിങ്ഡത്തിലാണ്? കിങ്ഡം പ്ലാന്റേലാണ്. ഓക്കെ ആണ്. ഇനി കിങ്ഡം പ്ലാന്റേയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറയും. ഇവിടെ നമ്മൾ ഇത്രയും മാത്രം തൽക്കാലത്തേക്ക് നോക്കി വയ്ക്കുന്നു. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് കിങ്ഡം അനിമേലിയ ഇതേപോലെ പഠിക്കാം. കിങ്ഡം അനിമേലിയ എന്താ? അവർ ഹെട്രോട്രോപിക് ആണ്, മറ്റുള്ളവരെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നവരാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്, ബഹുകോശ ജീവിയാണ്. ആൻഡ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. അതായത് അവർ മോട്ടൈലാണ്. ഓക്കെ ആണേ. ഓക്കെ ആണല്ലോ. കിങ്ഡം അനിമേലിയ എല്ലാവർക്കും മനസ്സിലായോ? കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് ദേ ആർ ഹെട്രോട്രോപിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. ഹെട്രോട്രോപിക്, മറ്റുള്ളവരെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ബഹുകോശ ജീവികൾ, മോട്ടൈലായിട്ടുള്ള ബഹുകോശ ജീവികളാണെന്ത്? കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. അപ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റാക്കർ നടപ്പിലാക്കിയ 1969 നടപ്പിലാക്കിയ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും ഓക്കെ ആണോ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റാക്കർ നടത്തിയ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ. നമ്മൾ ഇതിനകത്ത് കിങ്ഡം ഫഞ്ചൈ വരെ വിശദമായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അപ്പം നമുക്ക് ഈ ഇത്രയും സാധനത്തിനെ ഒറ്റ സെൻറ്റൻസിൽ ഒന്ന് എഴുതാം. ഒറ്റ സെൻറ്റൻസിൽ നമുക്കിത് മാറ്റാം. കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് എന്താ? അവർ യൂണിസെല്ലുലാർ ആണ്, വിത്തൗട്ട് ന്യൂക്ലിയസ്. യൂണിസെല്ലുലാർ വിത്തൗട്ട് ന്യൂക്ലിയസ്, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. അതായത് അവരെന്താ? ദേ ആർ പ്രോക്യാരിയോട്സ്.
ഓക്കെ ആണ്. ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റ പറയുവാണെങ്കിലോ അവിടെയും യൂണിസെല്ലുലാർ ആണ്. അവർ യൂണിസെല്ലുലാർ ആണ്, പക്ഷെ എന്താ വിത്ത് റെഗുലർ ന്യൂക്ലിയസ്. വിത്ത് റെഗുലർ ന്യൂക്ലിയസ്. അതാണെന്ത് യൂക്യാരിയോട്സ് എന്ന് പറയാം. യൂക്യാരിയോട്സ് ആണെങ്കിലും ഇതിൻ്റെ എക്സാമ്പിൾ എന്താ അമീബ ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. യൂക്യാരിയോട്ടുകളെല്ലാം പ്രൊട്ടിസ്റ്റയല്ല, ആ പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ആൾക്കാരാണ് എന്ത് യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഫഞ്ചയെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അവർ മോട്ടൈലാണോ? അല്ല. അപ്പോൾ അവർ നോൺ മോട്ടൈലാണ്. യൂണിസെല്ലുലാർ ആകാം, മൾട്ടി സെല്ലുലാർ ആകാം. സ്വപോഷികളാണോ? അവരെന്താ? ഹെട്രോട്രോപ്പിക് ആണ് അല്ലേ. അവർ നോൺ മോട്ടൈൽ ഹെട്രോട്രോപ്പിക് ആണ്. അപ്പം നോൺ മോട്ടൈലാണ്, അവർ ഹെട്രോട്രോപ്പിക് ആണ്, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ എന്താ? അവർ നോൺ മോട്ടൈലാണ്, ഹെട്രോട്രോപ്പിക് ആണ്, യൂണിസെല്ലുലാർ ആകാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആകാം. പ്ലാന്റ് എന്താ നമ്മൾ പറഞ്ഞത്? അവരും നോൺ മോട്ടൈലാണ്. അവരെന്താ ഹെട്രോട്രോപ്പിക് ആണോ? ഓട്ടോട്രോപ്പിക്ക. അവരാരാ? അവർ ഓട്ടോട്രോപ്പിക് ആണ്. ഇപ്പം നോൺ മോട്ടൈലാണ്, ഓട്ടോട്രോപ്പിക് ആണ്, പിന്നെന്താ മൾട്ടി സെല്ലുലാർ ആണ്. ഇനി അനിമേലിയ എന്ന് പറയുമ്പോൾ എന്താ? അവർ മോട്ടൈലാണ്, ഹെട്രോട്രോപ്പിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ ആണോ? ഇതാണ് ഇതിൻ്റെ. അത്രയും വായിക്കുന്നതിന് പകരം ഈ ഒരൊറ്റ കാര്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഗതി കിട്ടും. ഓക്കെ ആണേ, നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം RH വിറ്റാക്കറിൻ്റെ ഓക്കെ. അപ്പം 1969 RH വിറ്റാക്കർ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കിങ്ഡത്തിനകത്ത് ഉൾപ്പെടുന്ന കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്, ഈ 5 കിങ്ഡത്തിൻ്റെ കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വീണ്ടും പഠനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പഠനങ്ങളൊന്നും നിർത്തുന്നില്ല അല്ലയോ. ആൾക്കാരൊക്കെ വീണ്ടും ഓരോ ആൾക്കാരുകൾ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്നു. RH വിറ്റാക്കറിൻ്റെ ഓരോ കിങ്ഡത്തിനകത്തും ഇനി എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ പഠനങ്ങളൊക്കെ നടത്തി കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയപ്പം കിങ്ഡം മൊണീറയിൽ വേറെ ആൾക്കാർ കണ്ടു തുടങ്ങി. അതായത് കിങ്ഡം മൊണീറയിൽ ബാക്ടീരിയയിൽ തന്നെ വേറെ ഒരു പ്രോപ്പർട്ടീസ്, വേറൊരു പ്രത്യേകതകളൊക്കെ കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ കണ്ടു തുടങ്ങി. മനസ്സിലായോ? അവരെ അങ്ങനെ കണ്ടു തുടങ്ങിയപ്പം ആവിഷ്കരിച്ചതാണെന്ത്? അവരെ പ്രത്യേകം ഒരു കിങ്ഡം ആക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ചതാണെന്ത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ആര് നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ ബൂസ് ആണ്. കാൾ ബൂസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അതെന്തുവാ? ഈ കാൾ ബൂസ് നോക്കിയപ്പം ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പം കിങ്ഡം മൊണീറയിലെ ചില ബാക്ടീരിയാസൊക്കെ വേറെ പ്രോപ്പർട്ടി, മറ്റ് ബാക്ടീരിയകളെ അപേക്ഷിച്ച് ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ ഘടനയിലും അതിൻ്റെ ഫങ്ഷൻസിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അവരെയാണ് ആർക്കേ ബാക്ടീരിയ എന്ന് പറയുന്നത്. അത്തരം ബാക്ടീരിയകളെയാണ് ആർക്കേ ബാക്ടീരിയ എന്ന് പറയുന്നത്. RH വിറ്റാക്കറിൻ്റെ
ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ട ആളാണ് ആര്? ഈ ആർക്കിയ ബാക്ടീരിയ. പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ ഇതിനകത്ത് കയറി പഠനം നടത്തിയപ്പം കാൾ വൂസിന് മനസ്സിലായി ഈ ആർക്കിയ ബാക്ടീരിയ, ഈ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന ആർക്കിയ ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളെ അപേക്ഷിച്ച് അതിൻ്റെ സെൽ സ്ട്രക്ചറിലും അതിൻ്റെ ഫങ്ഷൻസിലും ഫിസിയോളജിക്കൽ ഫങ്ഷൻസിലും ഒക്കെ ചില മാറ്റങ്ങൾ, ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങി. മനസ്സിലായോ? അങ്ങനെ കിങ്ഡം മൊണീറയെ വീണ്ടും രണ്ടായിട്ട് വേർതിരിച്ചു. മനസ്സിലായോ? ഈ കിങ്ഡം മൊണീറയെ തന്നെ രണ്ട് കിങ്ഡംസ് ആയിട്ട് മാറ്റി. എന്തൊക്കെയാ? കിങ്ഡം ആർക്കിയ എന്നും കിങ്ഡം ബാക്ടീരിയ എന്നും പറഞ്ഞ് രണ്ട് വിഭാഗമാക്കി. അതായത് ഈ ആർക്കിയ ബാക്ടീരിയയെ വേറൊരു കിങ്ഡം ആക്കി മാറ്റി. എന്തായി? കിങ്ഡം ആർക്കിയ എന്നാക്കി മാറ്റി. മനസ്സിലായോ? അങ്ങനെ കാൾ വൂസ് എന്ത് ചെയ്ത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് മാറ്റി അതിനെ എന്താക്കി മാറ്റി? ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തു. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തു. അങ്ങനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത അമേരിക്കക്കാരനായ സയൻറ്റിസ്റ്റാണ് ആര്? കാൾ വൂസ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി കാൾ വൂസിൻ്റെ ആ 6 കിങ്ഡം ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം ആർക്കിയ, കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഓക്കെ ആയിരുന്നേ? അപ്പോൾ കാൾ വൂസിൻ്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? ഇത് മുമ്പ് ആരായിരുന്നു? ഇത് രണ്ടും മുമ്പ് ആരായിരുന്നു? കിങ്ഡം മൊണീറ ആയിരുന്നു, ഇല്ലയോ? കിങ്ഡം മൊണീറ ആയിരുന്നു. നമ്മുടെ വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൊണീറ ആയിരുന്നു എന്ത്? ഈ കിങ്ഡം ആർക്കിയയും കിങ്ഡം ബാക്ടീരിയയും. പിന്നെ ഈ ആർക്കിയ ബാക്ടീരിയ ചില വ്യത്യാസങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പം ഇതിനെ മാറ്റി അവർ ഒറ്റ ഇതാക്കി മാറ്റി. അവർ കിങ്ഡം മൊണീറയെ രണ്ടായിട്ട് മാറ്റി. എന്താക്കി? കിങ്ഡം ആർക്കിയയും കിങ്ഡം ബാക്ടീരിയയും കൂടെ ഉൾപ്പെടുത്തി. അങ്ങനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാവിഷ്കരിച്ചു എന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. RRB, SSC എക്സാമുകൾക്ക്, സെൻട്രൽ എക്സാമുകൾക്കൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ ആണേ? അങ്ങനെയാണേതാ ആദ്യത്തെ ചോദ്യം നോക്കിക്കോ. ഹു ഇസ് ദ ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓഫ് ഓൾ സ്പീഷീസ് ഓഫ് ലിവിങ് തിങ്സ്? Who is the father of binomial nomenclature of all species of living things? Option A, Louis Pasteur. B, Carl Linnaeus. C, Charles Darwin. D, James Watson. ഓക്കെ ആണല്ലോ? അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പേരിടുന്നത്, പേര് നൽകുന്നതിനെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ നെയിമിങ്ങിനെയാണ് പറയുന്നത്, പേരിടുന്നതിനെയാണ് പറയുന്നത്. ജീവജാലങ്ങളെ എല്ലാ സ്പീഷീസിലും ഉൾപ്പെട്ടവർക്ക് നമ്മളൊരു പേര് കൊടുക്കുന്ന, ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. അതിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ ലിനേസ് ആണ്. കാൾ ലിനേസ് ആണ് എന്തിൻ്റെ പിതാവ്? ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ RRB എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പൗണ്ടഡ് ബൈ R.H. വിറ്റാക്കർ? R.H. വിറ്റാക്കർ നടപ്പിലാക്കിയ അല്ലെങ്കിൽ വർഗീകരിച്ച 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്തതേത് എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം R.H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറ. ഏതൊക്കെയായിരുന്നു R.H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? മൊണീറ, പിന്നെ പ്രൊട്ടിസ്റ്റ, പിന്നെ ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഓക്കെ ആണല്ലോ? അപ്പോൾ കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഇതാണ് വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതിനകത്ത് വരാത്ത ആരാ? പ്രോട്ടോസോവകൾ. ഇതിനകത്ത് വരാത്ത ആളാണ് പ്രോട്ടോസോവകൾ. കിങ്ഡം അനിമേലിയ ഉണ്ട്, പ്രൊട്ടിസ്റ്റ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, പ്രോട്ടോസോവ ഇല്ല. പ്രോട്ടോസോവ ഉൾപ്പെടുന്ന അല്ല പ്രോട്ടോസോവയിലെ അംഗമായിട്ടുള്ള അമീബ വരുന്നത് ഏതിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് പ്രൊട്ടിസ്റ്റയിലാണ്. എന്ത് വരുന്നത്? അമീബ വരുന്നത്. അത് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ ആണേ? ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തുവാ? പ്രോട്ടോസോവ. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഹു ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ടാക്സോണമി? ടാക്സോണമി എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ ടാക്സോണമി?
ജീവജാലങ്ങളെ നാം പേര് കൊടുക്കുന്ന, അവരെ വർഗീകരിക്കുന്ന, അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്ന ആ ഒരു പഠനശാഖയെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അങ്ങനെ ടാക്സോണമിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ടാക്സോണമി? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: എയ്ക്ലർ, എംഗ്ലർ, കാൾ ലിനേയസ്, ബെന്തം ആൻഡ് ഹൂക്കർ. അപ്പോൾ ഉത്തരം എന്തുവാ? നിങ്ങൾക്കറിയാം ഉത്തരം എന്തുവാ? സി, കാൾ ലിനേയസ്. നമ്മൾ പഠിച്ചതാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻ വിച്ച് കിങ്ഡം വുഡ് യു പ്ലേസ് ഓൾ ഓർഗാനിസംസ് വിച്ച് ആർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസ് വിത്ത് സെൽ വാൾസ്? ഓക്കെ ആണേ. അപ്പം ഇൻ വിച്ച് കിങ്ഡം വുഡ് യു പ്ലേസ് ഓൾ ഓർഗാനിസംസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത്. വിച്ച് ആർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസ് വിത്ത് സെൽ വാൾ. ഓക്കെ ആണേ, വിത്ത് സെൽ വാൾ. അപ്പം നമുക്കറിയാം പ്രോട്ടിസ്റ്റ മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോഴേ നമുക്ക് പ്രോട്ടിസ്റ്റ ക്യാൻസൽ ആവും, മൊണീറയും ക്യാൻസൽ ആവും. പിന്നുള്ളത് പ്ലാന്റേയും അനിമേലിയ. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസ് ഇവിടം വരെ വരുമ്പോഴും പ്ലാന്റേയും ഉണ്ട്, അനിമേലിയ ഉണ്ട്. വിത്ത് സെൽ വാൾ, വിത്ത് സെൽ വാൾ. സെൽ വാൾ ഉള്ളത് ആർക്കാ? സെൽ വാൾ ഉള്ളത് ആർക്കാ? സെൽ വാൾ ഉള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സിനാണ്. പ്ലാന്റ് സെല്ലിനാണ് എന്തുള്ളത്? സെൽ വാൾ ഉള്ളത്. അപ്പോൾ ഇതേത് കിങ്ഡമാണ്? കിങ്ഡം പ്ലാന്റ് ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻ വിച്ച് കിങ്ഡം വുഡ് യു പ്ലേസ് ഓൾ ഓർഗാനിസംസ് വിച്ച് ആർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസ് വിത്ത് സെല്ല ചോദിക്കുവാണെങ്കിൽ പ്ലാന്റ്. വിത്തൗട്ട് സെൽ വാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? അനിമേലിയ എന്നും പറയാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കിങ്ഡം ദാറ്റ് കണ്ടെയ്ൻസ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ പ്രോക്യാരിയോട്ടിക് സെൽ ഓർഗനൈസേഷൻ that is having no nuclear membrane such as bacteria? അപ്പം ഓപ്ഷൻസ് നോക്കാം: ഫഞ്ചൈ, മൊണീറ, പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്. അപ്പോൾ എന്താ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കിങ്ഡം ദാറ്റ് കണ്ടെയ്ൻസ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് നമുക്ക് തന്നു കഴിഞ്ഞു. യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലാന്റേ വെട്ടിക്കളയാം. വിത്ത് എ പ്രോക്യാരിയോട്ടിക് സെൽ ഓർഗനൈസേഷൻ. പ്രോക്യാരിയോട്ടിക് സെൽ ഓർഗനൈസേഷൻ ആണ് ഇത്. നമ്മൾ പഠിച്ചതാണ് യൂക്കാരിയോട്ടിക് ആണ്. അപ്പോൾ പ്രോട്ടിസ്റ്റ വെട്ടിക്കളയാം. വിത്ത് ഹാവിങ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ സച്ച് ആസ് ബാക്ടീരിയ. ബാക്ടീരിയ ഉൾപ്പെടുന്നത് ഏതിനകത്താ? ബാക്ടീരിയ ഉൾപ്പെടുന്നത് മൊണീറയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താ? മൊണീറയാണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കിങ്ഡം ദാറ്റ് കണ്ടെയ്ൻസ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ പ്രോക്യാരിയോട്ടിക് സെൽ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഹാവിങ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ സച്ച് ആസ് ബാക്ടീരിയ. അപ്പോൾ ആൻസർ എന്താ? മൊണീറ. ഓക്കെ ആണല്ലോ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ക്ലാസിഫൈഡ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഹു ക്ലാസിഫൈഡ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാ? ഓപ്ഷൻസ്: അരിസ്റ്റോട്ടിൽ, വിറ്റാക്കർ, കാൾ ലിനേയസ്, ചാൾസ് ഡാർവിൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തുവാ? ഹു ക്ലാസിഫൈഡ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? പലതവണ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ആരാ? R.H. വിറ്റാക്കർ ആണ് 1969. 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഓക്കെ ആണേ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ബയോളജിയുടെ മറ്റൊരു ടോപ്പിക്കും കൂടെ നമ്മളിവിടെ കഴിയുകയാണ്. കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിവിടെ എടുത്തത്. ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിനകത്ത് ഓരോ വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കുറച്ച് PYQs നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ക്ലാസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം.